കേരളത്തിന്റെ തീരപ്രദേശങ്ങൾക്ക് ഒരു പച്ചക്കോട്ടയായി സംരക്ഷണം നൽകുന്ന പ്രകൃതിയുടെ അമൂല്യ വരദാനമായ കണ്ടൽക്കാടുകളെ അടുത്തറിയാം. ഒറ്റനോട്ടത്തിൽ ചെളിയും ചതുപ്പും നിറഞ്ഞ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളായി തോന്നാമെങ്കിലും അവ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന വനങ്ങളാണ്. മറ്റു വനങ്ങളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് അവയുടെ സവിശേഷമായ അതിജീവന രീതികളാണ്. ഓക്സിജൻ കുറഞ്ഞ ഉപ്പുവെള്ളം നിറഞ്ഞ മണ്ണിൽ ഇവയ്ക്ക് നിലനിൽക്കാൻ കഴിയും. വെള്ളത്തിനു മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ശ്വസന വേരുകളാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്. മരങ്ങളെ ചെളിയിൽ താങ്ങി നിർത്തുന്ന താങ്ങുവേരുകളുമുണ്ട്. അധികമുള്ള ലവണാംശം ഇലകളിലൂടെ പുറംതള്ളാനും ഇവയ്ക്ക് കഴിയും. കണ്ടൽ പ്രദേശങ്ങൾ ഒരു വലിയ ജൈവ ആവാസ വ്യവസ്ഥയാണ്. മത്സ്യങ്ങൾ, കൊഞ്ചുകൾ, ഞണ്ടുകൾ എന്നിവയുടെ പ്രധാന പ്രജനന കേന്ദ്രമാണിത്. ദേശാടന പക്ഷികൾ, വവ്വാലുകൾ, നീർനായ പോലുള്ള സസ്തനികൾ എന്നിവയുടെയും അഭയകേന്ദ്രമാണിത്. കരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളെയും കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളത്തെയും ഒരേപോലെ അരിച്ചു ശുദ്ധീകരിക്കുന്ന പ്രകൃതിദത്ത ഫിൽറ്ററുകളാണിവ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വൻതോതിൽ വലിച്ചെടുത്ത് ആഗോളതാപനത്തെ ചെറുക്കാനും ഇവയ്ക്ക് കഴിയും. ഈ കണ്ടൽ കാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ പറയാൻ വെച്ചാൽ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യവും ഈ ഭൂമിനെ തടയും, മലവെള്ളം തടയും, കാറ്റ് തടയും. ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു സുപ്രധാനമായ പേരാണ് കല്ലേൻ പൊക്കുടൻ. സ്വന്തം ജീവിതം കൊണ്ട് കണ്ടൽക്കാടുകൾക്ക് കാവലിരുന്ന പതിനായിരക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ നമുക്ക് പ്രചോദനമാകണം. കണ്ടലുകളെ കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. നേഴ്സറി പോലെ ഈ തണ്ണീർ തടത്തിൽ മുട്ടയിട്ട് വളരുന്നു. അതിൻ്റെ പുറത്തുണ്ടാകുന്ന വലിയ മത്സ്യത്തിനുള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി ഈ കണ്ടൽക്കാടിൻ്റെ വേര്, സൂചി പോലത്തെ വേര്, ഉപ്പട്ടിൻ്റെ വേര് 4 ഭാഗം കാവൽ നിൽക്കുമ്പോൾ നിൽക്കുന്നതുകൊണ്ടാണ് ഈ കൂടുതൽ ഈ മത്സ്യങ്ങൾ അന്ന് ഉണ്ടായത്. ഒരു കാലത്ത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ കണ്ടൽ പ്രദേശങ്ങളായിരുന്നു. ഇവയിൽ 3/4 പങ്കും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ഇന്ന് കണ്ടൽ ചെടികളുടെ സാന്നിധ്യമുണ്ട്. കണ്ടൽക്കാടുകളുടെ ഇടതൂർന്ന വേരുപടലം ഒരു സ്വാഭാവിക ജൈവഭിത്തിയായി വർത്തിക്കുന്നു. സുനാമി, ചുഴലിക്കാറ്റ്, കടലാക്രമണം എന്നിവയിൽ നിന്ന് അത് കരയെ സംരക്ഷിച്ചു നിർത്തുന്നു. കണ്ടൽക്കാടുകൾ ഇന്ന് ഗുരുതരമായ ഭീഷണി നേരിടുന്നു. നഗരവൽക്കരണം, കെട്ടിട നിർമ്മാണം, കൃഷിക്കും ചെമ്മീൻകെട്ടിനും വേണ്ടിയുള്ള നശീകരണം എന്നിവ പ്രധാന ഭീഷണികളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വ്യവസായ മാലിന്യങ്ങളും ഈ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.